ശ്രീ എം കെ ഹരിദാസ്, സദാനന്ദൻ മാസ്റ്റർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ കെ ശൈലജയും പി ജയരാജനും പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. നിരപരാധികളെ ജയിലിലേക്ക് അയച്ചു എന്നൊരു വ്യാഖ്യാനമാണ് ഇവർ കൊടുക്കാൻ ശ്രമിച്ചത്. പി ജയരാജൻ നമുക്കറിയാം ജയിലുപദേശക സമിതി അംഗം എന്ന നിലയിൽ നിത്യവും കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കുന്നുണ്ട്. 2 കേസുകളിൽ പ്രതിയാണ് പി ജയരാജൻ. അതിൻ്റെ വിചാരണ ആരംഭിച്ചിട്ടുണ്ട്. താമസിയാതെ സ്ഥിരമായിട്ട് കിടക്കാനുള്ള ഭാഗ്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നേരത്തെ സദാനന്ദ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ യാത്രയയപ്പ് നൽകുക, അവിടെ കോടതിയിലും അതുപോലെ സെൻട്രൽ ജയിലിന് മുന്നിലും വലിയ സ്വീകരണം നൽകുക, അങ്ങനെയുള്ള പരിപാടികളിൽ ജനപ്രതിനിധികൾ അടക്കം പങ്കെടുക്കുക, നേരത്തെ രാജ്യസഭ MP ആയിരുന്ന ആൾ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ പങ്കെടുക്കുക, ഇതൊക്കെ രഹസ്യമായിട്ടാവാമല്ലോ. ഇപ്പോൾ കുടുംബത്തെ ആശ്വസിപ്പിക്കണമെങ്കിൽ ശൈലജ ടീച്ചർക്ക് ഇവരുടെ വീടുകളിൽ പോയി ബന്ധപ്പെട്ടവരെ അവരുടെ വിഷമത്തിൽ പങ്കുചേരാം, അവരെ ആശ്വസിപ്പിക്കാം, അതൊക്കെ നടക്കാം. പക്ഷേ എങ്കിലും ഒരു തെറ്റായ സന്ദേശമല്ലേ ഇതുവഴി നൽകുന്നത്? അതായത് പാർട്ടി കൃത്യമായിട്ട് സംരക്ഷണം നൽകും, പരിരക്ഷ നൽകും, നിങ്ങൾ ജയിലിനകത്താണെങ്കിലും ഒന്നുകൊണ്ട് പേടിക്കേണ്ട, പാർട്ടി ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്നത് നമ്മുടെ നിയമനീതിന്യായ വ്യവസ്ഥയെയും നിയമവാഴ്ചയും വെല്ലുവിളിക്കുന്നത് പോലെയല്ലേ? ശ്രീ ഷാജ ടീച്ചർ ഒരു ഭരണഘടന ലംഘനം തിരിക്കുകയാണെന്ന കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള സംഭവമാണ്. അതായത് നിഷ്പക്ഷമായും പക്ഷപാതരഹിതമായും എല്ലാവരെയും ഒരുപോലെ കാണും പറഞ്ഞിട്ട് ഭരണഘടന തൊട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത MLA ആണ് അവരിപ്പോ ഈ ആളയപ്പിന് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുക്കാതിരിക്കില്ല, പിറ്റേ ദിവസം രാത്രി ആകാതില്ല, നമ്മുടെ നാട് ചലനം നിൽക്കാതിരിക്കില്ലേ. അപ്പോ അത്തരം ഒരു സാഹചര്യത്തെ ഇവർക്ക് ചെയ്യുന്ന മര്യാദ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞത് തന്നെ രഹസ്യമായിട്ട് അവർക്കൊക്കെ ഫോൺ ചെയ്തിട്ട് ഇപ്പൊ അധ്യാപകർ അവരുടെ കൂടെ ചെയ്തു, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടതാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് അനുഭവപൂർണമായ ഞാൻ ജനപ്രതിയാണ്, ഇപ്പൊ സദാനന്ദ മാഷ് പറഞ്ഞതുപോലെ തന്നെ സദാനന്ദ മാഷയുടെ കൂടിയല്ലേയാണ് അവര്. അപ്പൊ അവര് കണ്ണൂർ അവർക്ക് 68,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടി ജയിച്ചിട്ടുള്ളത് അവരുടെ ധാരണ ഈ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം തക്ക തോതിൽ വോട്ട് മുഴുവൻ ഇരിക്കുന്നത് CPI പ്രവർത്തകരാണെന്നാണ്. അല്ല, അവരുടെ വ്യക്തിപരമായിട്ട് അനുഭവം മറ്റ് രാഷ്ട്രീയ വ്യക്തികളിലെ ഞാൻ വിശ്വസിക്കുന്നു അതിൽ സംഘപരിവാറിന്റെ ആളുകൾ വോട്ട് കിട്ടിയിട്ട് ജയിച്ചിട്ടുള്ള വ്യക്തി കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ. അത് നമ്മുടെ പേരിന്റെ കൂടെ ഒരു ടീച്ചർ കൊണ്ട് നടന്നത് കാണുമ്പോ അപ്പൊ ആ ടീച്ചർ എന്ന പദത്തിന്റെ അർത്ഥം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവർക്ക് ഈ യാത്രയപ്പില്, കാരണം ഇപ്പോ അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊണ്ട് ഉള്ള ആൾക്കാർക്കുള്ള വെയിലുള്ള യാത്ര സ്വീകരണം അല്ലെങ്കിൽ യാത്രയപ്പ് ഒന്ന് നടന്നത് ഒരു വ്യക്തി രാത്രി ബസ് ഇറങ്ങി അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇന്നലെ വേറെ ചില ഞാൻ ഇരിക്കുമ്പോ കേട്ടതാണ്, അദ്ദേഹത്തിനെ ഇറക്കുന്നു, റോഡ് കിടത്തുന്നു, മനോഹരമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കി, 2 കാലുകൾ മാറ്റുന്നു. പക്ഷെ അത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്വയം ചെയ്തിട്ടുള്ളതാണ്. ചന്ദ്രശേഖരൻ 58 മുഖത്തും ശരീരത്തിലും കൊണ്ട് ചന്ദ്രശേഖരൻ മരിക്കുകയാണ്, അല്ലാതെ അത് പ്രതിയില്ല. അവരുടെ കോടതിയും അവരുടെ പോലീസ് സ്റ്റേഷന്റെ അന്വേഷണത്തിലും മാരായിരിക്കുന്നത് ചന്ദ്രശേഖരന് ആരും കൂടില്ല. ചന്ദ്രശേഖരൻ സ്വയം മരിച്ചു. കാലുകൾ രണ്ടും ഒരു നമുക്ക് തോന്നി കുറച്ച് അവയവം വേണ്ട എന്ന് സ്വയം തീരുമാനത്തിന്റെ പേരിൽ ചെയ്തു. അത്തരം സാഹചര്യത്തില് സദാനന്ദ പറയുകയുണ്ടായി ജാത്യാലുകൾ തൂത്താ പോവില്ലാന്ന്. ഞാനത് എന്നെ സംബന്ധിച്ചുള്ള അതിൽ പറയാനുള്ളത് ജാത്യാലുകൾ ശീലിച്ചത് പാലിക്കുള്ളൂ. ഇപ്പൊ 1969 ആവശ്യം ഈ നമ്മുടെ മനോർ നിഗമത്തിന്റെ തന്നെയായിട്ടുള്ള ചാശ്ശേരിയില് KSRTC ബസ് കത്തിച്ച സംഭവമുണ്ടായിരിക്കും. എനിക്കന്ന് 9 വയസ്സാണ്. പിന്നീടുള്ള കാലത്തിൽ വായനാശീലം കൊണ്ട് ഒരു സിഗരറ്റ് കൂട് പേപ്പറിൽ പോലും തൊഴിലാളി KSRTCയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അന്നത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ മക്കളെ
പ്രതിപക്ഷം സമരത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ദർശനത്തിന്റെ പേരിൽ ഒരു സാക്ഷ്യത്തിന്റെ പേരിൽ ചാശ്ശേരി ബസ് അപകടപ്പെട്ട് അപ്പൊ അതിൽക്കാണ് ഞാൻ രാഷ്ട്രീയത്തിനെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ ചാവശ്ശേരി ബസ് അപകടത്തിൽ മരണപ്പെട്ടുള്ള 4 പേര് ഇരുന്ന് കത്തി അമർന്ന് മരിച്ചു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അന്നിട്ടുള്ള ന്യായീകരണം നമ്മൾ കേൾക്കുന്നതല്ലേ. അതില് യാതൊരു പങ്കുമില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്തരത്തില് സമരങ്ങൾ ചെയ്യാനും ഇത്തരമുള്ള കാര്യങ്ങൾ എതിർക്കുന്നതൊക്കെ കാലത്തിന്റെ ആവശ്യമാണ്. ജയകൃഷ്ണൻ മാസ്റ്റത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം. ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തില് സുപ്രീം കോടതി അയച്ചു. അതിന്റെ തെളിവുകളുടെ അഭാവോ അല്ലെങ്കിൽ അതെന്തോ ആവട്ടെ. ഞാൻ ഒരിക്കൽ അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. അനിൽ നമ്പ്യാർക്ക് അതിന്റെ പേരറിയാം, എനിക്കറിയാം. ആ വ്യക്തി അതിൽ പ്രതിയായിരുന്ന ഒരാള് PTA പ്രസിഡന്റായിട്ട് ആ സ്കൂളിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. ഇപ്പോ അവസാനം നമുക്കൊരു RDO ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു നാട്ടില്. അങ്ങേയറ്റം കേരളത്തിന്റെ എല്ലാവരും ഞാൻ വീണ്ടും അത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി സമീപിക്കേണ്ട അവസ്ഥയ്ക്ക് വരെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ കുടുംബം CPM-ന്റെ കുടുംബമാണെന്ന് ആലോചിക്കണം. അതിലത്തെ ദിവ്യയെ ജയിലിലേക്ക് അയക്കാനും ജയിലിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടു വരുമ്പോഴും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് നാട് മുഴുവൻ. ഒരു നല്ല വലിയൊരു വിഭാഗം, അത് CPM-ന്റെ വലിയ വിഭാഗം ഈ ദിവ്യക്ക് എതിരായിട്ട് പോലും അതൊന്നും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ശരത് ലാലും അതുമാതിരി തന്നെ മറ്റേ രണ്ട് നമ്മുടെ അവിടുത്തെ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ ജീപ്പിൽ നിന്ന് അതെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രതി ശിക്ഷ ഹൈക്കോടതി കൊടുത്തതും പിന്നീട് ഇപ്പൊ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാലാകാലങ്ങളായിട്ടുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇവിടെ സദാനന്ദ മാഷ് പറഞ്ഞു വെച്ചെടുത്തൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പാർട്ടി പ്രവർത്തകർ ചെയ്യൂ, ഞങ്ങൾ സംരക്ഷണത്തിനുണ്ട്. എല്ലാ സംരക്ഷണവും ഞങ്ങൾ എല്ലാ കാലത്തും തരാം എന്നുള്ള ഒരു ഉറപ്പ് പാർട്ടിക്ക് നൽകാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ നമ്മൾ പറയില്ലേ ഉന്നത തലത്തിലുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ശൈലജ ടീച്ചർ ഈ യാത്രപ്പിന് പോയതും P. ജയരനെ ഈ ചടങ്ങിൽ പെടുക്കാൻ പറ്റാത്ത ഖേദം അദ്ദേഹം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഒരു അത്യപൂർവമായ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു വിഷമത്തോടു കൂട്ടാണ് അദ്ദേഹം അത് പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇത്രയേ ഉള്ളൂ. CPM-ലേക്ക് വരൂ. CPM പ്രവർത്തകരായിട്ടുള്ളവരെ ഒരു കാര്യം വിശ്വസിക്കുക, നിങ്ങൾ എന്ത് തെരത്തരം ചെയ്താലും, നിങ്ങൾ എന്ത് കൊലപാതകം ചെയ്താലും, ആരുടെ വൈകല്യം വരുത്തിയിട്ട് അവയവം കുറിച്ചു മാറ്റിയാലും നിങ്ങൾക്കുള്ള സംരക്ഷണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഇവരുടെ സന്ദേശത്തിന്റെ ദൂഷിത ബലമാണ് നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പയ്യനെ ഒരു വിഭാഗം CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ അങ്ങേയറ്റം വിചാരണ ചെയ്ത് അങ്ങേയറ്റം തീവ്രവധം ചെയ്ത് റാഗിങ് എന്ന പേരിൽ ആ പയ്യനെ കൊലപാതകത്തിന്റെ അവസ്ഥയിലേക്കുള്ള ഒരു മരണത്തിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള സന്ദേശം ഇവർ പകർന്നു കൊടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു ബോധം ഇവർക്കുണ്ടാകുന്നത് ഇനിയെങ്കിലും നല്ലതാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഉണ്ടായതാണ്. നമ്മൾ കണ്ടു, ആ പയ്യൻ മരിച്ചില്ല. ആ പയ്യനെ റാഗ് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞിട്ടൊക്കെയാണ് റാഗ് ചെയ്തുകൊണ്ടിരുന്നത്, അതും നമ്മൾ അറിഞ്ഞപ്പോ SFI പ്രവർത്തകരാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ സദാനന്ദ മാഷയുടെ കാലിയവർക്ക് യാത്രയപ്പ് നൽകാനായാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുഞ്ഞനന്ദനെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംരക്ഷണങ്ങളും ഒരുക്കുമ്പോഴും പാർട്ടി നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. AISF-ന്റെ ഒരു വനിതാ നേതാവിനെ SFI-യുടെ ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടാണ് ആ ദൃശ്യങ്ങൾ. അതിനുശേഷം ആ പെൺ പറയണു, എന്റെ എല്ലാ ഭാഗവും ആ മനുഷ്യൻ കിട്ടുന്ന അവസരത്തിൽ കയറി പിടിച്ചു, ആ സ്ത്രീയെ അങ്ങേയറ്റം അവഹേളിച്ചു. എന്തുണ്ടായി? പാർട്ടി ഭാഗത്തു നിന്നോ ആ കുട്ടിയുടെ സംഘടന ഭാഗത്തു നിന്നോ എന്തും ഒരു മറുവാക്ക് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഇത്തരം സന്ദേശം വെച്ചാൽ തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കാം, നിങ്ങൾ തെറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണത്തിന്റെ കൊടകളും ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സന്ദേശമായിട്ട് അവർക്ക് നൽകുകയാണ് ഇന്നലെ ചെയ്തിരിക്കുന്നത്. സദാനന്ദ മാഷിന്റെ കാര്യത്തില് കുറച്ചുകൂടി ഒരു ഇളവ് കിട്ടുമായിരുന്നു. അദ്ദേഹത്തെ MP ആയിട്ടില്ലെങ്കിൽ, അദ്ദേഹം നോമിനേറ്റഡ് രാജ്യസഭ MP ആക്കിയ അവസരത്തിൽ തന്നെ സുപ്രീം കോടതി ശ്രീ അനിൽ കേസ് കേൾക്കാൻ തയ്യാറില്ല എന്ന് പറയുമ്പോൾ ആ കേസിന്റെ ഉള്ളടക്കം സിനോപ്സിസിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് നോക്കി നോക്കൂ. കേസ് കേൾക്കാൻ തന്നെ സുപ്രീം കോടതി തയ്യാറായില്ല. പ്രതികളോട് കീഴടങ്ങിയിട്ട് ജയിലിലേക്ക് പോകാൻ പറയുന്ന
ഒരു കേസിന്റെ കാര്യത്തില് ഇത്രത്തോളം സദാനന്ദ മാഷയെയും അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവെയുള്ള ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ ഇത്തരത്തിലൊരു ക്രൂരത കാണിക്കാൻ തയ്യാറായിട്ടുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ വിശ്വസിക്കുന്നു ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ളൊരു സ്ഥാനമാനം നൽകിയത് ഈ കേസിന്റെ വിധി വരുന്ന അതേ സമയത്തായതും പാർട്ടിയെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം രോഷാകുലരായതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് പി ജയരാജന്റെ നമ്മൾ പറയില്ല പ്രഭാഷണവും അതേമാതിരി തന്നെ ശൈലജയുടെ ഈ യാത്രായപ്പ് പരിപാടി പോയിട്ട് കൊണ്ടുള്ള അവരുടെ ഈ സംഗതിയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോ തെറ്റ് എല്ലാ കാലത്തും CPM-ന്റെ പ്രവർത്തകർ ചെയ്തു കഴിഞ്ഞാൽ അത് മുക്കുപണ്ടം പണയം വെക്കലാവട്ടെ, അല്ലെങ്കിൽ വല്ല പെൺകുട്ടികളെയും കയറി പിടിക്കലാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് അനിൽ നമ്പ്യാർ. നമ്മുടെ ഈയിടെ സമൂഹ മാധ്യമമായാലും അച്ചടി മാധ്യമമായാലും നിങ്ങളുടെ വാർത്താ ചാനലുകളെക്കാൾ കൂടുതൽ അച്ചടി മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ പോക്സോസിലായാലും മുക്കുപണ്ടം പണയം വെക്കുന്ന കേസിലായാലും എന്ത് കുറ്റകൃത്യങ്ങളിലായാലും അകപ്പെടുന്നതിൽ CPM പ്രവർത്തകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ SFI പ്രവർത്തകര്, അല്ലെങ്കിൽ YFI പ്രവർത്തകര്, അല്ലെങ്കിൽ CPM പ്രവർത്തകര്. ഈ ക്രമാതീതമായ ഈ വർധന എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ ഇതൊക്കെ ചെയ്തുകൊള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നേതൃത്വം തയ്യാറായിട്ട് ശൈലജ ടീച്ചറെയും പി ജയരാജനെയും ഒക്കെ ഇത്തരത്തിൽ കെട്ടി എഴുന്നള്ളിക്കുമ്പോൾ അത് നമ്മുടെ സാക്ഷര കേരളത്തിന്, പ്രബുദ്ധ കേരളത്തിന് വീഴ്ത്തുന്ന കരിനിഴല്, അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മുടെ കേരളത്തിനെ വരുത്താവുന്ന ഒരു ചീത്തപ്പേരിലേക്ക് നയിക്കുന്നത് എന്നൊരു ബോധം ഈ പാർട്ടി ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടി ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാൻ